എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എള്ളും അവിലും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കർക്കിടക മാസം ഇങ്ങെത്താനായി ശരീര സംരക്ഷണത്തിനായി പണ്ട് മുതലേ അമ്മമാർ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. എല്ലുകളുടെ ബലക്കുറവിനും രക്തക്കുറവിനും മുടി വളർച്ചയ്ക്കും ശരീര സൗന്ദര്യത്തിനും ഓർമ്മക്കുറവിനും ഈ റെസിപ്പി വളരെ നല്ലതാണ്. എള്ളും അവലും കൊണ്ടുള്ള ഈ റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഈ റെസിപ്പി തയ്യാറാക്കാൻ നമുക്ക് പ്രധാനമായും വേണ്ടത് കറുത്ത എള്ള് തന്നെയാണ്. അപ്പൊ ഞാനിവിടെ 300 ഗ്രാം കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. എള്ളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എള്ള് രുചി മാത്രമല്ല, കാൽസ്യം, ഇരുമ്പ്, നല്ല കൊഴുപ്പുകൾ, നാരുകൾ എന്നിവയടങ്ങിയ ഒരു പോഷക സമൃദ്ധമായ ഭക്ഷണമാണ്. അതുകൊണ്ടാണ് പണ്ട് മുതലേ നമ്മുടെ ഭക്ഷണത്തിൽ എള്ളിനൊരു പ്രധാന സ്ഥാനം ഉണ്ടായിരുന്നത്. നമുക്ക് ഈ എള്ളൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകാനായിട്ട് ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എള്ളില് ധാരാളം അഴുക്കുണ്ടാവും, അതുകൊണ്ട് നമ്മൾ 2-3 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എള്ള് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഈ നനവൊന്ന് പോകാനായിട്ട് സ്ട്രെയിനറിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ നനവ് പെട്ടെന്ന് പോയി കിട്ടും. എള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറി വരട്ടെ. ഇനി ഒന്നും കൂടി നല്ല ഡ്രൈ ആയിട്ട് കിട്ടാനായിട്ട് എള്ളിതാ ഒരു കോട്ടന്റെ തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം. വശം കൊണ്ട് ഇതുപോലെ ഒന്ന് ഒപ്പിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. എള്ളിലെ വെള്ളമൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം, കാരണം നമുക്കിത് വറുത്തെടുക്കേണ്ടതാണ്. അപ്പൊ വറുത്തെടുക്കുന്ന സമയം കുറച്ച് കൂടുതൽ വേണ്ടി വരും. നല്ല നനവുണ്ടെങ്കിൽ പരമാവധി ഇതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളയണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എള്ളിത നല്ല പോലെ തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. എള്ള് വറുത്തെടുക്കാനായിട്ട് അടികട്ടിയുള്ള ഒരു പാത്രമാണ് വേണ്ടത്. ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള എള്ള് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എള്ള് കരിഞ്ഞു പോകും. എള്ളിന്റെ വെള്ളം നല്ല പോലെ തന്നെ കളഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നമുക്കിത് വറുക്കുന്ന സമയത്ത് കൂടുതൽ സമയം വേണ്ടി വരും. വെള്ളം അങ്ങനെ ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കൊന്നും വേണ്ട. ഒരു പൊട്ടി വരുന്ന ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം നമുക്ക് ഓഫാക്കി എടുക്കാം. എള്ളിലുള്ള വെള്ളത്തിന്റെ അംശമൊക്കെ മാറി വന്നിട്ടുണ്ട്. കറുത്ത എള്ളിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. വെളുത്ത എള്ളിനെ അപേക്ഷിച്ച് 10 ഇരട്ടിയിലേറെ കാൽസ്യം കറുത്ത എള്ളിലുണ്ട്. ഇത് എല്ലുകൾക്ക് ബലം നൽകാനും സന്ധിവാതം, ഓക്സിപോറോസിസ് പോലുള്ള ബലക്ഷയാവസ്ഥയുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആർത്തവ സമയത്തുള്ള ആ രക്തനഷ്ടം ഒരു പരിധി വരെ തടയാൻ സഹായിക്കുന്നുണ്ട് എള്ള്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനും മാത്രമല്ല, ചീത്ത കൊളസ്ട്രോൾ ആയ LDL കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ ആയ HDL വർദ്ധിപ്പിക്കാനും എള്ള് സഹായിക്കുന്നുണ്ട്. വിളർച്ച, അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ നമ്മുടെ ഈ കറുത്ത എള്ള് സഹായിക്കുന്നുണ്ട്. എള്ളിത നല്ല പോലെ തന്നെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് കൂടുതൽ സമയം വെച്ചാൽ എള്ള് കരിഞ്ഞു പോവുകയും ചെയ്യും. മാത്രമല്ല, എള്ളിൽ നിന്നുള്ള എണ്ണ നഷ്ടപ്പെടുകയും ചെയ്യും. ഇനി ഈ സമയത്ത് ഒരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എള്ളെടുത്ത് അതേ പാത്രത്തിന്റെ അളവിലാണ് എടുക്കുന്നത്. തൂക്കം പറയുകയാണെങ്കിൽ 200 ഗ്രാം അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവലെടുക്കുമ്പോൾ കുറച്ച് തടിച്ച അവില് നോക്കിയിട്ട് എടുക്കണം, മട്ട അവില്. അപ്പൊ നേരിയ അവില് എടുക്കരുത് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അന്ന് ശ്രദ്ധിക്കണം. 300 ഗ്രാം എള്ളിന് 200 ഗ്രാം അവലാണ് എടുത്തിട്ടുള്ളത്. ഒരു 8-10 ഏലക്ക നന്നായി തുടച്ച ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തുടച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏലക്കയോടൊപ്പം കുറച്ച് ചുക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റോട്ട് ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അവരിത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒടിച്ചു നോക്കുക. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് കാണാം. അവല് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അവല് വറുത്തെടുത്ത് അതേ പാത്രത്തിലേക്ക് 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടാൻ പാടില്ല, അപ്പോൾ എല്ലാം കരിഞ്ഞു പോകും. അണ്ടിപ്പരിപ്പിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനും പ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുന്നുണ്ട്. ചീത്ത കൊളസ്ട്രോൾ ആയ LDL കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ ആയ HDL വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കണ്ട, അപ്പൊ കളർ അങ്ങോട്ട് മാറും.
ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇതൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റാം. ഇതേ പാത്രത്തിലേക്ക് 1/2 കപ്പ് ബദാം ഇട്ട് കൊടുക്കാം. ബദാമിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ പോഷകങ്ങളുടെ കലവറയാണ് ബദാം. വിറ്റാമിൻ ഇ, പ്രോട്ടീൻ, ഫൈബർ, മാഗ്നീഷ്യം എന്നിവയാൽ സമ്പന്നമായ ബദാം ദിവസവും കഴിക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ചർമ്മകാന്തി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ബദാമിലുള്ള ഉയർന്ന മഗ്നീഷ്യം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അപ്പോ പ്രമേഹ രോഗികൾക്ക് ബദാം വളരെ നല്ലതാണ്. ബദാം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ബദാം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ബദാം വറുത്തെടുത്ത അതേ പാത്രത്തിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ആ തേങ്ങയിലുള്ള വെള്ളത്തിന്റെ അംശം ഒന്ന് മാറി വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ കളറൊന്നും അങ്ങനെ അധികം മാറി വരണ്ട. ഇതുപോലെയുള്ള റെസിപ്പി ഒക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് നെയ്യിൽ വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ കുറെ നാള് കേടുകൂടാതിരിക്കുകയും ചെയ്യും. തേങ്ങയിലെ ആ വെള്ളത്തിന്റെ അംശമൊക്കെ മാറി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളറും മാറി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തേങ്ങ തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കരിപ്പട്ടി ഒന്ന് ഉരുക്കിയെടുക്കാം. 400 ഗ്രാം കരിപ്പട്ടിയാണ് എടുത്തിട്ടുള്ളത്. പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കരിപ്പട്ടിയിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ള റെസിപ്പിക്കൊക്കെ കരിപ്പട്ടിയാണ് ചേർക്കുന്നത് നല്ലത്. കരിപ്പട്ടി നല്ല പോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. വറുത്തെടുത്തിട്ടുള്ള എള്ള്, അവല്, തേങ്ങ, അണ്ടിപ്പരിപ്പ്, ബദാം ഇതെല്ലാം ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം. എള്ള് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ പകുതി ഭാഗമാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം. എള്ള് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് അരിയരുത് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എള്ളിൽ നിന്നും എണ്ണ വന്നിട്ട് ആകെ കുഴഞ്ഞ രൂപത്തിലായി മാറും. അപ്പൊ ഈ ഒരു പാകത്തിൽ പൊടിച്ചെടുക്കുക. പാത്രത്തിലേക്ക് എള്ള് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള എള്ളും പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി എള്ള അങ്ങോട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ളതെല്ലാം പൊടിച്ചെടുക്കാം. എള്ള് പൊടിച്ചെടുത്ത് അതേ ജാറിലേക്ക് അവല് വറുത്തത് ഇട്ട് കൊടുക്കാം. അവല് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഫൈൻ ആയിട്ടൊന്നും പൊടിയില്ല. ചെറിയൊരു തരിയോടെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എള്ള് പൊടിച്ചു വെച്ചില്ലേ അതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് പൊടിച്ചെടുക്കാം. അവല് പൊടിച്ചെടുത്ത് അതേ ജാറിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നട്ട്സ് ഇതാ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഫൈൻ ആയിട്ടൊന്നും പൊടിഞ്ഞിട്ടില്ല. ഇതുപോലെയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ കടിക്കാനും കിട്ടും. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊടിച്ചെടുക്കാനുള്ളത് തേങ്ങയാണ്. തേങ്ങ വറുത്തതും കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത തേങ്ങ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയേ വേണ്ടൂ, അരിഞ്ഞു പോവരുത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള കരിപ്പട്ടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തില്ല, നേരെ പകുതിയാണ് ഒഴിച്ചു കൊടുത്തത്. ബാക്കി നമുക്ക് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെറിയ ചൂടുണ്ടായിരിക്കണം. ഒരുപാട് അങ്ങോട്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ ഇത് ലൂസായി പോവും. കാരണം നമ്മൾ ഈ നട്ട്സിൽ നിന്നും അതുപോലെ തന്നെ എള്ളിൽ നിന്നൊക്കെ എണ്ണ വരും. ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുളിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അതിന് മുന്നേ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഉരുളിയാക്കി എടുക്കാം. നെയ്യൊന്നും തടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുളിയാക്കി എടുക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടയാക്കി എടുക്കാം. ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. പെൺകുട്ടികൾക്ക് പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന കടുത്ത വയറുവേദന അതുപോലെ തന്നെ അമിതമായിട്ടുള്ള രക്തം പോക്ക് അതിനൊക്കെ ഈ റെസിപ്പി വളരെ നല്ലതാണ്. എള്ളും ബദാമും തേങ്ങയും ഒക്കെ ചേർത്ത് കൊണ്ട് തന്നെ
നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ എള്ളും അവിലും പൊടിക്കാതെയുള്ള റെസിപ്പി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ താല്പര്യമുള്ള അവരും കൂടി കണ്ടു നോക്കുക. അപ്പൊ ഈ ഒരു രീതിയിലാവുമ്പോൾ കുട്ടികൾക്കായാലും പ്രായമായവർക്കായാലും നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഓരോ ഉരുളയാക്കി എടുക്കാം. എല്ലാം ഉരുളയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഈ ഒരു ചെറിയൊരു ഉരുളിയിലേക്ക് വെച്ച് കൊടുക്കാം. കർക്കിടകം തുടങ്ങും മുമ്പേ നമുക്ക് ആരോഗ്യം സംരക്ഷിച്ചു തുടങ്ങാം. ഇതുപോലുള്ള റെസിപ്പി ഒക്കെ കഴിക്കണം. നമ്മൾ ഈ ഒരു മാസം വരെ പ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞു വരുന്ന ഒരു ടൈമാണ്. അപ്പൊ എള്ളും അവലും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ശർക്കരപ്പാനി കൂടുതൽ വെള്ളമായാൽ ഉരുള പിടിക്കാനും പറ്റൂല. കൂടുതൽ കട്ടിയായാൽ ഇത് പൊടിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാം. ഒരു മാസം വരെ ഇത് കേടുകൂടാതിരിക്കുകയും ചെയ്യും. ഒട്ടും നനവില്ലാത്ത പാത്രത്തിലായിരിക്കണം നമ്മൾ ഇത് സൂക്ഷിച്ചു വെക്കേണ്ടത്. ചില്ലിന്റെ കുപ്പി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല മെലിഞ്ഞ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുക്കണം. ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇത് കണ്ടില്ലേ, ആ ഉള്ളിലത്തെ ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ടേസ്റ്റ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കുന്നു. അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കമന്റിന് തൊട്ടടുത്തൊരു ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.